നമ്മൾ ഇന്ന് ഗ്ലൈക്കോളിസിസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൈക്കജൻ പൈറുവേറ്റ് ഓർ ലാക്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസ് ഓഫ് റിയാക്ഷനെ പറയുന്ന പേരാണ് ഗ്ലൈക്കോളിസിസ്. അപ്പോൾ ഇങ്ങനെ പൈറുവേറ്റോ അല്ലെങ്കിൽ ലാക്ടേറ്റോ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം അവിടെ ATPയുടെ പ്രൊഡക്ഷനും നടക്കും. ഗ്ലൈക്കോളിസിസ് രണ്ട് രീതിയിൽ നടക്കാം. ഒന്ന് ഓക്സിജൻ്റെ ആബ്സൻസിൽ, അതായത് അനേറോബിക് കണ്ടീഷനിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാക്ടേറ്റ് ആണ് എൻ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി രണ്ടാമത്തേത് എയറോബിക് കണ്ടീഷനിൽ, അതായത് ഓക്സിജൻ്റെ പ്രസൻസിൽ. അപ്പം നമുക്ക് പൈറുവേറ്റ് ആണ് എൻ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പം ഗ്ലൈക്കോളിസിസ് രണ്ട് രീതിയിൽ നടക്കും, അനേറോബിക് കണ്ടീഷനിലും എയറോബിക് കണ്ടീഷനിലും. അനേറോബിക് ആണെങ്കിൽ ലാക്ടേറ്റ് ആണ് പ്രോഡക്റ്റ്, എയറോബിക് ആണെങ്കിൽ പൈറുവേറ്റ് ആണ് പ്രോഡക്റ്റ്. ഇനി ചില സെൽസിൽ മൈറ്റോകോൺട്രിയ ആബ്സെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് ATP സിന്തസിസിൻ്റെ മേജർ പാത്വേ എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് ആണ്. അപ്പം മൈറ്റോകോൺട്രിയ ലാക്കിംഗ് ആയിട്ടുള്ള ടിഷ്യൂസിന് എക്സാമ്പിളാണ് എറിത്രോസൈറ്റ്, കോർണിയ, ലെൻസ്. ഇനി ബ്രെയിൻ മെയിനായിട്ടും ഗ്ലൂക്കോസിനെയാണ് എനർജിക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഗ്ലൈക്കോളിസിസ് നടന്നിട്ടാണ് അവിടെ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. ഗ്ലൈക്കോളിസിസ് നടക്കാനായിട്ട് 3 ഫേസാണുള്ളത്. ആദ്യത്തേത് എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് അല്ലെങ്കിൽ പ്രൈമിംഗ് സ്റ്റേജ്. ഇവിടെ ATPയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജാണ് സ്പ്ലിറ്റിംഗ് ഫേസ്. മൂന്നാമത്തെ ഫേസാണ് എനർജി ജനറേഷൻ ഫേസ്. ഈ ഫേസിലാണ് ATP പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസിൽ നിന്ന് എങ്ങനെയാണ് പൈറുവേറ്റ് അല്ലെങ്കിൽ ലാക്ടേറ്റ് പ്രൊഡ്യൂസ് ആവുന്നതെന്ന് നോക്കാം. ഇതാണ് ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് മോളിക്യൂളിനെ നമ്മൾ ഹെക്സോകൈനേസോ അല്ലെങ്കിൽ ഗ്ലൂക്കോകൈനേസോ ഉപയോഗിച്ച് ഫോസ്ഫോറൈലേറ്റ് ചെയ്യും. അപ്പോൾ 1 മോളിക്യൂൾ ATP ADP ആയിട്ട് മാറും. ഇവിടെ മഗ്നീഷ്യം 2+ ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്ലൂക്കോസിൻ്റെ 6th പൊസിഷനിൽ ഈ ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ ഫോസ്ഫറസ് കയറി വരും. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസിൽ നിന്നിട്ട് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് കിട്ടും. ഗ്ലൂക്കോസിൽ നിന്ന് മാത്രമല്ല നമുക്ക് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് കിട്ടുന്നത്, ഗ്ലൈക്കോജനിൽ നിന്ന് നമുക്ക് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, പിന്നെ അത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് അതിൻ്റെ ഐസോമറായ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് ഫോസ്ഫോ ഹെക്സോസ് ഐസോമറേസിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഐസോമറേസ് എന്നുള്ള എൻസൈം വന്നതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് ഒരു ഐസോമറായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഫ്രക്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റിന് വീണ്ടും ഫോസ്ഫോറൈലേഷൻ സംഭവിക്കും. ഫോസ്ഫോഫ്രക്ടോകൈനേസ് ആണ് ഇവിടുത്തെ എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോസ്ഫോറൈലേഷൻ സംഭവിക്കുമ്പം 1 മോളിക്യൂൾ ഓഫ് ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്യും. മഗ്നീഷ്യം 2+ ആണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോസ്ഫോറൈലേഷൻ സംഭവിക്കുമ്പം ഫസ്റ്റ് പൊസിഷനിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് ആഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പേരെന്ന് പറയുന്നത് ഫ്രക്ടോസ് 1,6-ബിസ്-ഫോസ്ഫേറ്റ് എന്നാണ്. അടുത്തത് സ്പ്ലിറ്റിംഗ് ഫേസ് ആണ്. സ്പ്ലിറ്റിംഗ് ഫേസിനകത്ത് ആൽഡോലൈസ് എൻസൈം ഫ്രക്ടോസ് 1,6-ബിസ്-ഫോസ്ഫേറ്റിനെ 2 കോമ്പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ഒന്ന് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും രണ്ടാമത്തേത് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റും. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റും ഐസോമേഴ്സ് ആണ്. അതിനെ നമുക്ക് ഫോസ്ഫോ ട്രയോസ് ഐസോമറൈസ് ഉപയോഗിച്ച് ഇന്റർ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിനെ 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 1 മോളിക്യൂൾ ഓഫ് NAD+ NADH ആയിട്ടും കൺവേർട്ട് ചെയ്യും. ഇവിടെ ഈ മോളിക്യൂളിൽ ഫസ്റ്റ് പൊസിഷനിലും 3rd പൊസിഷനിലും ഒരു ഫോസ്ഫറസ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റിൻ്റെ ഫസ്റ്റ് പൊസിഷനിലിരിക്കുന്ന ഫോസ്ഫറസിനെ ADP വാങ്ങിച്ചിട്ട് ATP ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈമാണ് ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ്. അപ്പോൾ ഈ 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറും. ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ് എൻസൈം 3-ഫോസ്ഫോഗ്ലിസറേറ്റിനെ 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ഈനോലേസ് എൻസൈം 2-ഫോസ്ഫോഗ്ലിസറേറ്റിൽ നിന്ന് 1 മോളിക്യൂൾ ഓഫ് വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് കിട്ടും. ഇനി ഈ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റിൽ പൈറുവേറ്റ് കൈനേസ് വന്ന് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പൈറുവേറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് മാറുമ്പോഴത്തേക്കും 1 മോളിക്യൂൾ ഓഫ് ADP ATP ആയിട്ടും കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ കിട്ടിയ പൈറുവേറ്റ് എന്ന് പറയുന്നത് ഈനോൾ ഫോമിലുള്ളതാണ്. ഈ ഈനോൾ ഫോമിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ കീറ്റോ ഫോമിലോട്ടും ചേഞ്ച് ആവും. ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം പൈറുവേറ്റിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാക്ടേറ്റ് കിട്ടും. അപ്പം 1 മോളിക്യൂൾ ഓഫ് NADH NAD+ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമുക്ക് പൈറുവേറ്റും ലാക്ടേറ്റും പ്രോഡക്ട്സ് ആയിട്ട് കിട്ടും. അടുത്തത് ഗ്ലൈക്കോളിസിസ് പാത്വേയുടെ എനർജറ്റിക്സ്.
തേർഡ് ഫേസിൽ, അതായത് എനർജി ജനറേഷൻ ഫേസിൽ 2 മോളിക്യൂൾ ഓഫ് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റിൽ നിന്ന് 2 മോളിക്യൂൾ ഓഫ് 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് 2 മോളിക്യൂൾ ഓഫ് NADH പ്രൊഡ്യൂസ് ചെയ്യും. 1 മോളിക്യൂൾ ഓഫ് NADH ഈസ് ഇക്വലൻ ടു 2.5 ATP. അപ്പോൾ 2 മോളിക്യൂൾ NADH ആയതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ 5 ATP കിട്ടും. ഇനി അടുത്ത 2 മോളിക്യൂൾ 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 മോളിക്യൂൾ ATP കിട്ടും. അതുപോലെ തന്നെ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് 2 മോളിക്യൂൾ എടുക്കുമ്പോൾ അത് പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 2 മോളിക്യൂൾ ATPയും കിട്ടും. ഇനി ഫസ്റ്റ് ഫേസിൽ, അതായത് എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസിൽ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം 1 മോളിക്യൂൾ ഓഫ് ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം അവിടെയും 1 ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയറോബിക് കണ്ടീഷനിലെ നെറ്റ് ATP സിന്തസിസ് എന്ന് പറയുന്നത് 5 + 2 + 2 -1 -1 ടോട്ടൽ 7 ATP കിട്ടും. ഇനി അനേറോബിക് കണ്ടീഷനിൽ പൈറുവേറ്റ് ലാക്റ്റേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൈറുവേറ്റ് ലാക്റ്റേറ്റ് ആയിട്ട് മാറുമ്പോഴത്തേക്ക് അവിടെ 2 മോളിക്യൂൾ NADH യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 മോളിക്യൂൾ NADHൻ്റെ വാല്യൂ മൈനസ് ചെയ്യണം. 5 ATP ടോട്ടൽ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെറ്റ് ATP സിന്തസിസ് എന്ന് പറയുന്നത് 5 + 2 + 2 -1 -1 -1 അതായത് 2 ATP ആയിരിക്കും അനേറോബിക് കണ്ടീഷനിലെ നെറ്റ് ATP എന്ന് പറയുന്നത്. അടുത്തത് റെഗുലേഷൻ ഓഫ് ഗ്ലൈക്കോളിസിസ് പാത്വേ. ഹെക്സോകൈനേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് ആണ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോകൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ്സ് ആണ് ഗ്ലൂക്കോസും ഇൻസുലിനും. ഫോസ്ഫോഫ്രക്ടോകൈനേസ് എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്, ADP, AMP, ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ്. അതുപോലെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ്സ് ആണ് ATP, സിട്രേറ്റ്, ഹൈഡ്രജൻ അയോൺസ്. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് ആണ് അയഡോ അസറ്റേറ്റ്, ആർസനേറ്റ്. ഈനോളേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് ആണ് ഫ്ലോറൈഡ്. പൈറുവേറ്റ് കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് ആണ് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ്. ഇൻഹിബിറ്റ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് ആണ് ATP. അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് ഗ്ലൈക്കോളിസിസ് പാത്വേ. എറിത്രോസൈറ്റിൽ ഗ്ലൈക്കോളിസിസ് ആണ് ഓൺലി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും മസിൽ ടിഷ്യൂവിന് ഓക്സിജൻ കിട്ടാതാവും. അപ്പോൾ അനീറോബിക് ഗ്ലൈക്കോളിസിസ് നടന്നിട്ടാണ് മസിൽസിൽ എനർജി കിട്ടുന്നത്. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെ കാർബൺ സ്കെലിറ്റണും ഫാറ്റിൻ്റെ ഗ്ലിസറോൾ പാർട്ടുമൊക്കെ ഗ്ലൈക്കോളിറ്റിക് പാത്വേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്.